ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴ വന്നതോടുകൂടി എൻ്റെ 10 മണിയുടെയൊക്കെ അവസ്ഥ കണ്ടോ? ഇതുപോലെ ആയിട്ടുണ്ട്. കുറേയൊക്കെ അഴുകിപ്പോയി. ഇതുപോലെ അഴുകി 10 മണി ഇതുപോലെ അഴുകിപ്പോവും മഴ കൊണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതിനെ എടുത്ത് മഴ കൊള്ളാതെ വീട്ടിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ടേ. അപ്പോൾ മഴക്കാലത്ത് 10 മണിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ ചെടികൾ ഇതുപോലെ അഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൂവ് വിരിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊന്നും നിർത്തിയേക്കരുത്. അതിനെ ഒടിച്ച് മാറ്റണം. ആ പൂവിൻ്റെ അവിടെ നിന്നേ ഇങ്ങനെ അഴുക്കലുണ്ടാവുമേ. അപ്പം ഞാനിതിനെ എല്ലാം എടുത്ത് മഴ കൊള്ളാതെ വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണഗതിയിൽ ഇതിനെ ഒന്നുകിൽ മഴ കൊള്ളാതെ വെക്കുക, അല്ലെങ്കിൽ ഡീപ്പ് പ്രൂൺ ചെയ്ത് നിർത്തുക. ഇതിൻ്റെ ഈ ഒരു ഭാഗം തൊട്ടേ നമ്മൾ ഇത്രയും ഒരു 1-2 ഇഞ്ച് വിട്ട് നമ്മൾ അത്രയും പ്രൂൺ ചെയ്ത് നിർത്തണം. അപ്പോൾ ഇത് അത്യാവശ്യം പൂക്കളുള്ളത് കൊണ്ട് എനിക്കിതിനെ പ്രൂൺ ചെയ്യാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിനെ മഴ കൊള്ളാതെ മാറ്റി. മഴ കൊണ്ട് ചെടികളൊക്കെ അത്യാവശ്യം കേടായി പോയിട്ടുണ്ടേ. ഇത് ഒരു വലിയ ടൈപ്പ് 10 മണിയാണ്. നമ്മുടെ ടേബിൾ റോസ് മോഡലാണ്. പക്ഷേ പൂക്കൾക്ക് നല്ല ജംബോ പൂക്കളുടെ വലുപ്പമുണ്ട്. അടുക്ക് റോസ പോലെ ഇരിക്കും കാണാൻ. ബട്ടർ റോസ പോലെ വലിയ ഭംഗിയാണ്. അതിന് വിരിയുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടേക്കാമേ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. 10 മണി ചെടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവായ പ്ലാന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നോക്കിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മഴക്കാലം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് സർവൈവ് ചെയ്ത് വരാനായിട്ട്. ഞാൻ പണ്ട് ഇതൊരു ബിസിനസ് അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ മഴക്കാലം വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ പോട്ടുകളില്ലേ, ഇതുപോലത്തെ സീഡ്ലിംഗ് പോട്ടുകളിലേക്ക് മാറ്റി ഓരോ കളർ സെപ്പറേറ്റ് ചെയ്തിട്ട് മഴ കൊള്ളാതെ വെക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്രത്തോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തിണ്ണയിൽ പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, അങ്ങോളം ഇങ്ങോളം. അപ്പോൾ അതാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് പ്രൂൺ ചെയ്ത് നിർത്താം. അങ്ങനെയാണെങ്കിൽ മഴ കഴിയുമ്പോൾ ഇതിന് പുതിയ തിളരുകൾ വരികയും ചെയ്യും. ചെടികളുടെ ഇലകളില്ലാത്തത് കൊണ്ടും പൂക്കളില്ലാത്തത് കൊണ്ടും ചെടികളിൽ അഴുകലെന്നുള്ള ഇത് കുറയും. അപ്പോൾ ഇതിനൊന്നും വലിയ അഴുക്കലില്ല. പെട്ടെന്ന് അഴുകി പോകുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ പാഴ്സലൈൻ പോലെയുള്ള വെറൈറ്റികളാണ്. അതുപോലെ തന്നെ ഇത് ജംബോയാണേ. കണ്ടോ, അഴുകി നിൽക്കുന്നുണ്ടേ. മഴയായാൽ സ്വാഭാവികമായിട്ട് പൂക്കാൻ ഭയങ്കര മടിയാണ് 10 മണി ചെടികൾക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ജംബോ വെറൈറ്റിയാണ് ഇത്. പിന്നെ കുറച്ച് ജംബോ ചെടികൾ ബാക്കി വന്ന തണ്ടുകളെല്ലാം കൂടി ഞാനിങ്ങനെ ചെറിയ ചെറിയ കവറുകളിലാക്കി ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ തന്നെ ഇരുത്തേക്കാനേ പറ്റത്തുള്ളേ. അപ്പോൾ 10 മണി സ്നേഹികളെല്ലാം തന്നെ നമ്മുടെ 10 മണി ചെടികളെ ഒന്ന് സേഫായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കും. മഴക്കാലം കഴിയുമ്പോൾ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. 10 മണി ചെടികൾക്ക് ദിവസം മുഴുവൻ വെയിലുണ്ടെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്.